എല്ലാവർക്കും ഒരു ഹൈ പോകും എന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമയുടെ എപ്പിസോഡ് 207 ഓക്കെ അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം പിൽസ് കാത്തിറങ്ങി തുടങ്ങാനായിട്ട് പോയത് അതിനായിട്ട് വളരെയധികം ടാലൻറ്റഡായ 3 പേര് എതിർക്കാൻ നിൽക്കുന്നതാകട്ടെ ഷിയുയാനും അത് തുടങ്ങാൻ അവരുടെ ഫ്ലെയിം അതെടുക്കുകയാണ് യാവ ഹുൻഹു വാൻഹു ഒരു ഹെവൻലി ഫ്ലെയിം എടുക്കുന്നു അതെന്നത് 10ാമത്തെ റാങ്ക് 9 വിൻഡ് ഫ്ലെയിമാണ്. മറ്റേ യാവലിങ്ങിൻ്റെ കൂടെ ഒരു പയ്യനുണ്ടല്ലോ അവൻ്റെ കയ്യിൽ അന്ന് കണ്ടത് ഇതേ ഫ്ലെയിം തന്നെയാണ്. സോ കൊടുത്തത് ഇതുവഴിയാകും. അത് വെച്ച് ഫർണൈസ് എടുക്കുന്നു. കൊള്ളാലോ ഞാൻ എൻ്റെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഷെന്യാങ് എടുക്കുന്നത് 15ാമത്തെ റാങ്ക് ഫ്ലെയിമായ ലൈഫ് സ്പിരിറ്റ് ഫ്ലെയിമാണ്. അതെന്നത് ലൈഫ് തന്നെയാണ് എന്ന് വെച്ചാൽ പ്ലാന്റ് പോലെ എന്ത് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ളത്. അത് വെച്ചൊരു ഫർണൈസ് എടുക്കുന്നു. അങ്ങനെ നിലയ്ക്ക് പെട്ടെന്നാണ് അതിൻ്റെ എല്ലാം അരോമ അത് കൊണ്ടുപോകുന്നത്. ആരെന്ന് വെച്ചാൽ അത് യാവോ ഞാനും കണ്ടൊന്ന് ഞെട്ടി. ഹൊൻഷൂസി ആയിരുന്നു അയാളുടേത് 2nd റാങ്കായ നിഹിലിറ്റ് ഡിവോറിംഗ് ഫ്ലെയിം. എന്നാൽ നമുക്കറിയാം അത് ഹൊൻമേഷിങ്ങിനെ പോലെ തന്നെ എസൻസ് ഫ്ലെയിം ആണെന്ന്. അതേപോലെ തന്നെ പറഞ്ഞു കാണിച്ച് ഷോ കാണിക്കുകയാണ് ഇന്ന് ഷിയോയാന്. ചെഞ്ഞാകുമ്പോൾ നിന്റെ കയ്യിലെ ട്രൂ പ്യൂരിഫൈങ് ഡീമോണികളുടെ ഫ്ലെയിം ഉണ്ടല്ലോ അവനും അതേന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു ആ സോൾ സ്പിരിറ്റായ ഷവീനെ വരുത്തി. അതുകൊണ്ട് എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. ഇത് നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് ഹുൻഷുസി ഷവീനോട് ഫർണൈസ് എടുക്കാനായിട്ട് പറഞ്ഞു. അവനും അതുപോലെ തന്നെ ഇന്ന് ഒരു ഫയർ സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതുണ്ട് ആണ് അവർ പിന്നെ ഷോക്കായി. എന്തായാലും തുടങ്ങാം എന്ന് പറഞ്ഞ് ഹുൻഷുസി പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അയാളുടെ കയ്യിലുള്ള ഹെർബൽസ് അതൊക്കെ വെച്ച് അതുകൊണ്ട് ഷെന്യാങ് ചെയ്യുന്നു, യാവു വാഹുവും ചെയ്യുന്നു. ഷിയോനെ അവ എടുക്കുന്നതായിട്ട് 1000കണക്കിന് ഹെർബൽസ് അത് ഒറ്റയ്ക്ക് ഒരുമിച്ച് തന്നെ അത് റിഫൈൻ ചെയ്യാൻ പോകുന്നു. അത് ഷവി വൈറ്റിലാക്കിയിട്ട് നേരെ ഫർണൈസിനുള്ളിലേക്ക്. അതൊരു ഫ്ലെയിം ആണല്ലോ. യാവോ ഷിൻജി ഷിയോനെ അത്ര ഹെർബൽസ് ഒരുമിച്ചാക്കാൻ പോവുകയാണ് എന്ന രീതിയിൽ പറയുമ്പോൾ യാവോലിന്ന് നീ അവനെ ഗൂക്ലാൻഡിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്നില്ലേ, അപ്പോൾ നീ കണ്ടിട്ടില്ലേ ഇത്ര അതിശയിക്കാൻ എന്ന് ചോദിക്കുകയും അന്നവന് ഡൗസ് ലെവലായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല ഇത്ര ലെവലിൽ എത്തുമെന്ന്. അവനെ കണ്ട അവൾക്ക് എന്തോ ഞാൻ സർപ്രൈസ് ചെയ്ത് അവൻ്റെ സോൾ പവറിലാണ്. അവളുടെ ഇത് അഡ്വാൻസ്ഡ് ലെവൽ സോൾ പവർ ആണെങ്കിൽ അവൻ്റെ ഇത് പെർഫെക്റ്റ് ലെവലുമാണ്. അവളെ വൺ സൈഡായിട്ട് അവൻ നോക്കുന്നുണ്ട്, അവള് ഷിയോനെ നോക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം റിഫൈനായി വന്നിരുന്നു. ഹുൻഷുസി അവരോട് എനിക്കാണ് യഥാർത്ഥ പവർ എന്ന് പറഞ്ഞ് അയാൾ ഹെവനൻ്റെ അടുത്ത് ആ എനർജി അവിടെ നിന്ന് ബൾക്കായിട്ട് എടുക്കുകയാണ്. അയാൾ ഉണ്ടാക്കുന്നത് ഒരു 9 ടയർ മിസ്റ്റിക് വില്ലാണ് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് വില്ലാണ് എന്ന് പറയാം. അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് വാനുഹു എന്നാ ഞാനുകൂടെ അമ്മയെന്ന് പറഞ്ഞാൽ അയാളും അതേപോലെ ഹെവനൻ്റെ അടുത്ത് എനർജി എടുക്കുന്നു. ശനിയങ്ങ് പറഞ്ഞിട്ട് അത് തന്നെ ചെയ്യുന്നു. അപ്പോൾ തന്നെ 3 പേരും കൂടി സ്പ്ലിറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഷിയോൻ സീനിയേഴ്സ് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനും ചേർന്നു. 5 കിലോമീറ്ററോ അല്ല 1000 റേഡിയസിനുള്ളിലുള്ള എല്ലാ ഹെവനൻ്റെ എർത്ത് എനർജി അവർ 4 പേരും കൂടി യൂസ് ആകുകയാണ്. കാരണം അത് കഴിഞ്ഞ് അവർക്ക് എടുക്കാൻ കഴിയില്ല. 4 പേര് സെയിം മിസ്റ്റേക്ക് ബില്ലാണ് ഉണ്ടാകുന്നത്. കാരണം ടയർ 9 ബില്ലാണ്. ഈ മിസ്റ്റേക്ക് എന്നത് വെറും ഒരു പേര് മാത്രമാണ്. അതിൻ്റെ യൂസ് അത് അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് ഏത് ബില്ലാണെന്ന് പോലും പറയാൻ കഴിയും. ഇതിനിടയ്ക്ക് മാസ്റ്റർ വെറുതെ ഓൾഡ് മാൻ ലിന്നിൻ്റെ കയ്യിൽ നിന്നും മിസ്റ്റേക്ക് ബില്ലിൻ്റെ റെസിപ്പി വാങ്ങിച്ചുകൊണ്ടുപോയി എന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന മാസ്റ്ററിന് നിരാശയുണ്ട്. കാരണം യാവോ മൗണ്ടയിൽ മുഴുവൻ അത് എടുത്താൽ മാത്രമേ ബൈ ചാൻസ് മാത്രമേ അത് ഉണ്ടാക്കാൻ തന്നെ കഴിയൂ. കാരണം ടോപ്പ് ടയർ 9 ബില്ല് അത്ര എളുപ്പം മറ്റുള്ളതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അതുമല്ല ഇതേ മിസ്റ്റേക്ക് ബില്ല് ഏൻഷ്യൻ്റ് എറയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരാൾക്കമിസ്റ്റിന് പോലും അത് പിന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മെയിൻ കാരണം ഹെവൻ പെർഫെക്റ്റ് സോൾ സ്റ്റേറ്റിലുള്ള ഒരാൾക്കമിസ്റ്റിന് മുഴുവൻ സ്പിരിച്വൽ പവർ എടുത്ത് ചെയ്താൽ പോലും അത് കുറച്ച് ചാൻസ് മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായും സക്സസ് ആകാൻ. അപ്പോൾ തന്നെ മനസ്സിലാക്കി 4 പേരും കൂടി അത് എടുക്കുകയാണെങ്കിൽ ഒരു ചാൻസും ഇല്ല മിസ്റ്റേക്ക് ബില്ല് അത് കൊണ്ടുവരാൻ. എന്ത് തന്നെയായാലും അവർ ആദ്യം ഒന്ന് മൈൻഡൊക്കെ അത് ചെയ്യണം. യാവോടാനും അത് തന്നെയാണ് പറയുന്നത്, ഈ പിൽസ് ഫോം ആകില്ല, നമുക്ക് നേർക്ക് കാണാൻ മാത്രമേ കഴിയൂ എന്ന് പറയുകയാണ്. അവർ പിന്നെ ഫോഴ്സ് ഉപയോഗിച്ച് ആ എനർജി അതിലേക്ക് ആക്കുകയാണ്. അവിടെ മുഴുവൻ അൺസ്റ്റേബിളായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ 3 ദിവസം കൂടി കടന്നുപോയി. അവിടെയുള്ള എല്ലാ സ്പിരിച്വൽ എനർജിയും വലിച്ചെടുത്തിരുന്നു. ഐ മീൻ ഹെവൻ ആൻഡ് എർത്ത് എനർജി. വിറ്റാലിറ്റി നഷ്ടമായതുപോലെ അവിടെ മുഴുവൻ അവർ ചെയ്തുകൊണ്ടിരുന്ന ഹെവൻ ആൻഡ് എർത്ത് എനർജി അതോടെ തീർന്നു. പകുതിക്ക് വെച്ച് തന്നെ 1000 റേഡിയസിലുള്ള മുഴുവൻ എടുത്തു കഴിഞ്ഞു. അത്ര മാത്രമേ അവരെ കൊണ്ട് പറ്റുകയുള്ളൂ. അതിനപ്പുറം അവരുടെ ഇപ്പോഴത്തെ ഡൗക്കി ലെവലിൽ സ്ട്രെങ്ത് ഒക്കെ വെച്ച് കഴിയില്ല. ഷിയോനെ അവൻ്റെ മനസ്സിൽ ഡൗക്കി വെച്ച് തന്നെയായാലും ഇത് കംപ്ലീറ്റ് ആക്കാൻ നോക്കണം. പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. വാഹു ഇതെങ്കിൽ അടുത്ത പിസ് കാത്തിറങ്ങി വരെ പോസ്റ്റ്പോണ്ട് ചെയ്യാം. ടൈറ്റിൽ അപ്പോൾ ആർക്കും ഉണ്ടാകില്ല. അവിടെ ഉള്ളവർ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്രാവശ്യം ആ പിൽസ് കാണാൻ കഴിയില്ലേ എന്നൊക്കെ അങ്ങനെ നിലക്ക് പോസ്റ്റ്പോണ്ടോ എന്ന്
പറഞ്ഞിട്ട് ഹുൻഷൂസി അയാളുടെ ട്രിക്ക് അത് ഇട്ടുക്കാണ്. ആ ഹെവൻലി ഫ്ലെയിം ഉപയോഗിച്ച് ആ 3 പേരുടെ ഫർണേസിലേക്ക് അത് ഇട്ടു. എന്നിട്ട് അവിടെയുള്ള പിൽസിൽ നിന്നും എനർജി എടുത്തു അയാളിലേക്ക് ആക്കാൻ തുടങ്ങി. ഇത് കണ്ട് അവർക്ക് ദേഷ്യം വന്നു. അവിടെ ഉള്ളവർ ഓരോന്ന് പറയാൻ തുടങ്ങി. എന്നാൽ അതൊക്കെ ഇതിൽ സർവ്വസാധാരണമാണ്. സ്വന്തം പിൽസ് അത് പ്രൊട്ടക്ട് ചെയ്യാനാണ്, അത് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. അവർ ആ ഹെവൻലി ഫ്ലെയിം തടയാനായിട്ട് രണ്ടുപേരും അവരുടേത് ഉപയോഗിച്ച ഹെവൻലി ഫ്ലെയിം അത് അറ്റാക്ക് ചെയ്യാൻ നോക്കി. അത് റെസിസ്റ്റ് ചെയ്യാൻ നോക്കി. സെക്കൻഡ് റാങ്ക് എസൻസ് ഫ്ലെയിം ആണെങ്കിലും അത് കുറച്ച് പാടാണ് എന്നൊക്കെ പറഞ്ഞ് ചിരികെ പെട്ടെന്ന് അത് മാറി. കാരണം അതേ എസൻസ് ഫ്ലെയിം ഷവി അത് അബ്സോർവ് ചെയ്യണ്. അതിനിഷ്ടമാണല്ലോ, അതിലൂടെ ഷിയോയിന് എനർജി കിട്ടില്ല. നന്ദിയുണ്ടേ, സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് പിന്നെ അത് എടുക്കാൻ തുടങ്ങി. ഷവി അതിനുള്ളിലായി പോയി, അല്ല കേറി. മറ്റേ 2 പിൽസിൽ നിന്നും പിന്നെ ഒരുപാട് എനർജി എടുക്കുന്നു. അങ്ങനെ നോക്കി ഷവി അയാളുടെ ഫർണേസിലെത്തി. എന്തിന്? ഹുൻഷൂസി ഉണ്ടാക്കി അതേ പില്ലെടുക്കാൻ തന്നെ. അത് എടുത്ത് നേരെ പോകുന്നു. അത് തടയാൻ അയാൾ നോക്കുന്നു. ഷവീനെ കൊണ്ട് മൂടിയെന്ന ഷവീന്റെ മുൻപിൽ ഒന്നും അല്ലാത്തല്ല ബ്രേക്ക് ചെയ്ത് വരുന്നു. അതുകൊണ്ട് അവരെ അതിശയിച്ചു പോയി. കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇനി അത് എക്സ്ട്രാക്ട് ചെയ്ത് എനർജി എടുക്കുക എന്ന് പറയുന്നു. അതേപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് എൻ്റെ പില്ല് എന്നും പറഞ്ഞിട്ട് അയാൾ ഒരു ഡ്രാഗനെ പോലെ അവിടെ ഉണ്ടാക്കിയിട്ട് എടുത്തു. അത് ഷിയോവിന് നേരെ വിടുന്നു. ആ വന്നത് ഷെന്യാങ് ഫ്ലെയിം വെച്ച് തടഞ്ഞു. നിനക്ക് എനർജി ഇഷ്ടമല്ലേ, ഞാൻ തരടാ. അതിൽ നിന്ന് മാറി വന്നപ്പോൾ അടുത്ത വാഹുവിൻ്റെ വിൻഡ് ഫ്ലെയിം കൊണ്ടുപോയി. എന്നെയാണ് എതിർക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഡ്രാഗണുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. അയാളെ തടയാനായിട്ട് എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ വരെ പപ്പറ്റ് ഇറക്കി വിട്ടു. പപ്പറ്റിനെ ഇറക്കി വിട്ട് അത് തടഞ്ഞ് അതുണ്ടാക്കിയ സ്പേസിൽ ട്രാപ്പായി. എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്ക് എന്ന് പറയുകയാണ്. ഷിയോയും പിന്നെ ചെയ്യുന്നു. എന്നിട്ട് പോലും ആ എനർജി ഒന്നും പോരാ. അതുണ്ടാക്കാൻ അത് യാവോടാനും മനസ്സിലായി. അപ്പോഴാണ് 2 പിൽസ് അങ്ങോട്ട് വരുന്നത്. അവരുടേത് തന്നെ ഹുൻഷൂസി കാരണം അവരുടേതിന് പറ്റില്ല. അതവൻ കൊടുത്തു. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. ഈ ഏറയിലെ മിസ്റ്റീരിയസ് വില്ല് ഈ ലോകത്തേക്ക് കൊണ്ടുവരും. നന്ദി പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് റിഫൈൻ ചെയ്യാൻ തുടങ്ങി. ഷവി ഹാപ്പിയായി. ഡിഫറൻറ്റ് എസൻസ് പിൽസ് എല്ലാം കൂടി മിക്സ് ആക്കി അത് ഇല്ലാതാക്കിയുള്ളൂ. എന്നാൽ അവൻ്റെ കയ്യിലുള്ള പ്യൂരിഫൈ കിട്ടിയ മോഡികൾ ലോട്ടസ് ഫ്ലെയിം വെച്ച് അതെല്ലാം മാനേജ് ചെയ്ത് അത് പ്യൂരിഫൈ ആക്കിയിട്ട് പ്യൂറസ്റ്റ് എനർജി അതുണ്ടാക്കാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആകാശത്ത് ഒരു വ്യത്യസ്തമായ ഫെനോമിനൽ അത് വരികയാണ്. മുൻപ് അപേക്ഷിച്ച് ഒരു ഹെവൻലി ഗോൾഡൻ കളറിലായിരുന്നു ആ തണ്ടർ വന്നിരുന്നേ. അവർക്ക് മനസ്സിലായി ആ പിൽസ് ഫോമാകാൻ പോകുന്നെന്ന്. ഷിയോയിനപ്പോൾ തന്നെ ബോഡി ഹാർട്ട് യൂസ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്തു. അതെന്നത് മറ്റൊരു ലൈഫ് തന്നെയാണല്ലോ. ആ പിൽസ് കാണിക്കുന്നുണ്ട് എൻ്റെ വേൾഡ് തന്നെ അതിനുള്ളിലുള്ള പോലെ മുഴുവൻ എനർജി അതിൽ കാണാൻ കഴിയും. അതിൻ്റെ മെയിൻ ഉപയോഗം എന്നത് ഡൗസിൻ്റെ റെയിം അത് തന്നെയാണ്. ഒറ്റയടിക്ക് ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോൾ പവർ ഡോക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ആ പിൽസിന്റെ ഉപയോഗം അതെന്താണെന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഒരു സെയിന്റ് ലെവൽ ഒറ്റയടിക്ക് ബ്രേക്ക് ആക്കാൻ പറ്റുമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാര്യമല്ലല്ലോ. എന്ത് തന്നെയായാലും പെട്ടെന്നാണ് ആകാശത്ത് നിന്ന് അവർക്ക് പിൽസ് റെയിൻ അതുണ്ടാകുന്നത്. വൺ ഓഫ് ദ റെയറസ്റ്റ് ആയ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അത് അനുഭവിക്കാൻ കഴിയുമെന്ന്. ഇനി ഒരൊറ്റ സ്റ്റെപ്പ് വരുന്ന തണ്ടറയും പിൽസ് പാസ് ചെയ്തു പോകണം. അത് കഴിഞ്ഞ ആ മൊമെന്റ് അവർക്ക് കാണാൻ കഴിയും. അങ്ങനെ അവൻ അത് ചെയ്യാൻ തുടങ്ങി. അവൻ മനസ്സിലെ മറ്റു പിൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ബ്ലോക്ക് ചെയ്യില്ല. കാരണം ഇങ്ങനെയുള്ള പിൽസിൽ തന്നെ ഹ്യൂമൻ ലൈക്ക് ഇന്റലിജന്റ് ഉണ്ടായിരിക്കുമല്ലോ. യഥാർത്ഥ മിസ്റ്റേക്ക് പിൽസ് അത് റീബോൺ ആകാൻ ആ തണ്ടർ പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചാൻസ് ആണ്. അങ്ങനെ അതിലേക്ക് തണ്ടർ ലൈറ്റ് ഇനി വന്ന് അടിക്കാൻ തുടങ്ങി. ഇതേ സമയം പുറത്ത് വന്ന ഹുൻഷൂസി പിന്നെ പാപ്പറ്റിൽ നിന്ന് അടിവാകുന്നുണ്ട്. പോകാൻ പറ്റുന്നില്ല. അത് നോക്കി പയ്യെ ഷീൽഡൊക്കെ ബ്രേക്ക് ആകുന്നത് പോലെ അവസാനം മുഴുവനായിട്ടും അത് അടിച്ചു. അതിൻ്റെ പ്രൊട്ടക്ഷൻ ഷീൽഡ് അത് മുഴുവനായിട്ടും ബ്രേക്കാക്കി. അതിൻ്റെ പവർഫുൾ എനർജി വേവ് ദൂരെ എന്നവർക്ക് മനസ്സിലായി. അവർ നോക്കി ഷിയോയിനെ അതിശയിച്ചു പോയി. അവ ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി. കാരണം അവിടെ ഒരു പെണ്ണ് നിൽക്കുകയാണ്. അതായത് ആ പിൽസ് ഫോം ആയിരിക്കുകയാണ്. ഹ്യൂമൻ ലൈക്ക് ഇന്റലിജന്റോട് കൂടിയ ഒരു ടയർനാൻ മിസ്റ്റേക്ക് ബില്ല് അവനൊന്ന് കണ്ണിറക്കിയിട്ട് അത് എസ്കേപ്പ് ആവാൻ നോക്കുന്നു. എന്നാൽ ഷിയോയിന് ഫ്രണ്ടിൽ വന്ന് നിന്ന് ഹ്യൂമൻ ലൈക്ക് ഇന്റലിജന്റ് ഉള്ള പിൽസ് എല്ലാം ഇങ്ങനെയാണ്. ഹെവൻലി ടോംബിൽ നമ്മൾ കണ്ടതാണല്ലോ ടയർനാൻ പിൽസ് കൊള്ളാലോ, അത് വേണ്ട എന്ന പോലെ ഒരു ആക്ഷൻ. എന്ന ഷിയോയിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് പിന്നെ ആ പിൽസ് ഫോമിലേക്ക് മാറുകയാണ്. അവർക്കായിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ യാവോടെ സന്തോഷത്തോടെ പറയുകയാണ് പിൽസ് ഗാദറിങ് അവസാനിച്ചു. ഈ സെൻട്രൽ പ്ലേയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൽക്കമിസ്റ്റ് ടൈറ്റിൽ അത് ഷിയോയനാണ്. എല്ലാവരും കൈയടിക്കുന്നത് യാവോ ചെയ്യാൻ പോലും. കാരണം ഷിയോന്റെ കഴിവിൽ അവനൊന്ന് അതിശയിച്ച് മാസ്റ്റർ വളരെ ഹാപ്പി. അവരെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. യാവോ വളർച്ചെടുത്തത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റിന് തന്നെയാണ്. അവരോട് നന്ദി പറയാൻ മറന്നിട്ടില്ല. ഹുൻഷൂസി ഞാൻ കഷ്ടപ്പെട്ടത് അതിനർത്ഥമില്ല, നിനക്ക് ക്രെഡിറ്റ് ആണ്. ഷിയോയിൻ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ യാവോഡാൻ അതെനിക്ക് മനസ്സിലായി.
നീ എന്താണ് പറയാൻ പോകുന്നത്? യാവച്ചനോട് നീ വളർത്തിക്കൊണ്ടുവന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻറ്റ് ഈവൻ യാവ ക്ലാൻ്റെ പോലും ഇല്ല, ഇനി മുതൽ നിന്റെ പേരും ക്ലാൻ സ്റ്റൈലിൽ കാണും. അതായത് മാസ്റ്റർ ബാറ്റ് യാവ ക്ലാൻ. മാസ്റ്റർ മനസ്സറിഞ്ഞ് നന്ദി പറയുന്നുണ്ട്. ഇപ്പം മാസ്റ്ററിന്റെ സൗണ്ടൊക്കെ മാറിയതുപോലെ ശിവനോട് മാസ്റ്റർ ഹാപ്പിയാണ് എന്ന പോലെ ശിവൻ ഈ മൊമെന്റിനാണല്ലോ കാത്തിരുന്നത്. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ച് എന്ന് കരുതുമ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായ ഒരു തിരിച്ചുവരവ്. ഹൊൻഷുസി കൊള്ളാലെ ഹാപ്പി എൻഡിങ്. എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. എന്താ പറയുമ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ആ ടൂഷിയൻസിന്റെ എംപറർ ജേഡ് തന്നേക്ക്. അത് കേട്ട് അവിടെ ഉള്ള എല്ലാവരും ദേഷ്യം. അതേസമയം പോലെ തന്നെ ഷോക്കായി. നീ എന്താ കരുതിയാ നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ? അതിന് ഹൊൻഷുസി ഞാൻ പറയാൻ പോകുന്നു, യാവോ ക്ലാൻ ഇന്നത്തോടെ ഈ ലോകത്തുനിന്ന് ഇല്ലാതാകാൻ പോവുകയാണെന്ന് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ഹൊൻറ്റാണ്ടി. ട്വിന്നിനോട് പറഞ്ഞത് ഇന്ന് എന്താണെന്ന് അറിയാലോ, ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ശിവൻ അവിടെ ഉണ്ട്. അവനെ കൊണ്ട് അയാളെയൊക്കെ എതിർക്കാൻ കഴിയുമെങ്കിലും ട്വിന്നിന് എന്ന 8-9 സ്റ്റാർ ഡൗസൈൻ്റെ ഉള്ള അയാളെ എങ്ങനെയാണ് തടയാൻ പോകുന്നത് എന്ന് വരും എപ്പിസോഡിലെ കാണാൻ കഴിയുമോ. ബട്ട് അതിന് സെപ്റ്റംബർ 5 മാത്രമാണ് റിലീസ് ആവുകയുള്ളൂ. കാരണം ഈ ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന ഫൈനൽ ബാറ്റിൽ ഒരു മൂവി പോലെ ആയിട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അറിഞ്ഞത്. അതിന്റെ ചെറിയ ക്ലിപ്പ് എന്ന പോലെ അവർ പുറത്തും വിട്ടിട്ടുണ്ട്. ബട്ട് 209 എപ്പിസോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 219 അങ്ങനെ വെച്ച് നോക്കിയാൽ ഈ വരുന്ന നവംബറോടുകൂടി ഈ സീരീസിന് ഒരു അവസാനം ഉണ്ടാകും. വാട്ടവർ ഏതൊരു തുടക്കത്തിന് ഒരു അവസാനം ഉണ്ടായാൽ മാത്രമല്ലേ അതിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. സോ സെപ്റ്റംബർ 5 വരുന്ന 2 എപ്പിസോഡുകൾ അതിനായിട്ട് കാത്തിരിക്കാം. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാകുന്ന ഒരു എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.